നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന നമ്മുടെ പ്രഖ്യാപനമാകണം അതിന്റെ മറുപടി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സ്വാതന്ത്ര്യ സമര സേനാനികളായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും സമര പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾപ്പെടുത്തി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കിയ ഡോക്യുമെന്ററി പ്രേക്ഷകരിലേക്ക്. ഡോക്യുമെന്ററിയുടെ പ്രകാശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. നിരവധി നൂതന പദ്ധതികളിലൂടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നേറുന്ന മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്താളുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജന്മി കുടിയൻ സമരങ്ങൾക്കും ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾക്കും ധീരോദാത്തമായ നേതൃത്വം നൽകിയ വള്ളുവനാടിന്റെ വീരപുത്രന്മാരായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും ജീവിതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡോക്യുമെന്ററി ഒരുക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിനെതിരെ ഹിന്ദു മുസ്ലിം ഐക്യത്തോടെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നയിച്ച ധീരയോദ്ധാക്കളുടെ ചരിത്രങ്ങൾ വരും തലമുറയ്ക്ക് ഉപകാരപ്രദമായ രീതിയിൽ തയ്യാറാക്കിയ ഡിജിറ്റൽ ഡോക്യുമെന്ററിയുടെ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലിന് വിധേയമായ വള്ളുവനാടിന്റെയും ഏറനാടിന്റെയും ചരിത്രം പഠനവിധേയമാക്കണമെന്നും ചരിത്ര സത്യമെന്നും ഓർമ്മിക്കാനാവുന്ന തരത്തിൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാണെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്യുമെന്ററി പ്രകാശന ചടങ്ങിൽ പറഞ്ഞു. ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാതെ രാജ്യത്തിന് വേണ്ടി ചിന്തിച്ചവരായിരുന്നു അവരെല്ലാവരും എന്ന് കാണുന്നത് പോലെയുള്ള വിദ്വേഷത്തിന്റെ പ്രചരണം ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടിയവരായിരുന്നു. ഇവരുടെ എല്ലാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവരുടെ എല്ലാം ജീവിതം നൽകുന്ന ചില പാഠങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൽ. അതായത് വിദ്വേഷ പ്രചരണം വഹിച്ചുവിട്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ നമ്മൾ കൊടുക്കേണ്ട മറുപടി എന്താ? നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് തോളോട് തോളൊരുമി നിന്നുകൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന നമ്മുടെ പ്രഖ്യാപനമാകണം അതിന്റെ മറുപടി. അതാണ് വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ടുള്ള നമ്മുടെ മറുപടി. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും ഭരണസമിതി അംഗങ്ങളെയും MLAയും എല്ലാവരെയും അഭിനന്ദിക്കുന്നത്. ഈ സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയായ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് എവിടെ വരെ പോകാൻ കഴിയും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത് മലബാറിൽ മാത്രം നിൽക്കേണ്ട ഒരു ഡോക്യുമെന്ററി അല്ല, ഇത് കേരളം മുഴുവൻ. ഞങ്ങൾക്ക് ഇതുപോലുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ജീവാർപ്പണം നടത്തി രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ കഷ്ടപ്പാടുകൾ കടന്നുവെടുത്താൽ, അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ സങ്കടങ്ങൾ മാറ്റാൻ ജീവൻ ബലി 14 വർഷക്കാലം ജയിലിലുള്ള നാരായണ മേനോൻ 12 വർഷം ആൻഡമാനിലും 2.5 വർഷം ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ 14 വർഷം ഒരാൾ ജയിലിൽ നിന്ന് ആലോചിച്ചു. അങ്ങനെ ജീവൻ മുഴുവൻ ആ പ്രസ്ഥാനത്തിനും സ്വന്തം ജനങ്ങൾക്കും വേണ്ടി സമർപ്പിച്ച ഈ വലിയ 2 വള്ളുവനാടിന്റെ ഈ വീരഭദ്രന്മാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ അവരെ സംബന്ധിച്ച് തയ്യാറാക്കിയ ഈ ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. മങ്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിന്റെ പ്രത്യേകാനുവാദത്തോടെ 5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നത്. യൂട്യൂബ് അടക്കമുള്ള പൊതു പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഡോക്യുമെന്ററി ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ചരിത്രത്തിലെ ഒരേട് പോലും മാറ്റിവെക്കാതെ സംവിധായകൻ സുജിത് ഹുസൈനാണ് ഡോക്യുമെന്ററിയെ മനോഹരമായി പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം HOD ഡോക്ടർ T ശിവദാസൻ നേതൃത്വം നൽകി. ചരിത്ര സത്യങ്ങളുടെ പിൻബലത്തിലാണ് ഡോക്യുമെന്ററി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T അബ്ദുൽ കരീം പറഞ്ഞു. വള്ളുവനാട്ടിലെ പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളായ MP നാരായണ മേനോന്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളും അവർ മതസൗഹാർദ്ദത്തിനു വേണ്ടിയും ബ്രിട്ടീഷുകാർക്കെതിരെയും നടത്തിയ പോരാട്ടത്തിൻ്റെ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൂതന പ്രൊജക്റ്റായി അംഗീകാരം ലഭിച്ച പദ്ധതിയുടെ പേരിലാണ് ഇന്നിവിടെ പ്രദർശിപ്പിച്ച ഡിജിറ്റൽ ഡോക്യുമെൻ്ററി. ഈ 2 കുടുംബങ്ങളുടെയും അംഗങ്ങൾ അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നവരാണ്. അവരെയൊക്കെ ആശയവിനിമയം നടത്തി അവരുടെ അഭിപ്രായങ്ങളും
ചരിത്ര വിഭാഗം മേധാവിയായിരുന്ന കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര വിഭാഗം HOD ഡോക്ടർ ടി ശിവദാസൻ്റെ നേതൃത്വത്തിൽ 1.5 വർഷമായി ഇതിൻ്റെ പിന്നിൽ വളരെ ഗംഭീര പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തികച്ചും ചരിത്ര സത്യങ്ങളുടെ പിൻബലത്തിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ വിജയകരമായി ഇത് പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. മഞ്ഞളാംകുഴി അലി MLA അധ്യക്ഷത വഹിച്ചു. ഏറ്റവും സ്വാതന്ത്ര്യ സമര കാലത്ത് ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന കോൺഗ്രസുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഡോക്യുമെന്ററിയുടെ അണിയറ പ്രവർത്തകരെയും കട്ടലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോന്റെയും കുടുംബാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് T. അബ്ദുൽ കരീം, വൈസ് പ്രസിഡന്റ് KV ജുവൈരിയ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം മേധാവി പ്രൊഫസർ ശിവദാസൻ, DCC പ്രസിഡന്റ് VS ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TK ശശീന്ദ്രൻ, ഫൗസിയ പെരുമ്പള്ളി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം P. ഷഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചാനൽ 10 പെരിന്തൽമണ്ണ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ 10,000 രൂപ ഓണ സമ്മാനവുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം. സഫലമി ഓണം സെപ്റ്റംബർ 6 വരെ. ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ്, ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫ ജ്വല്ലറി പ്രിയ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു. ഈ ഓണം സഫയ്ക്കൊപ്പം സഫലമാക്കൂ. ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സഫ ജ്വല്ലറി.